ഹായ് ഹലോ. അപ്പോൾ നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ? അത് വേറെ എവിടേക്കല്ല കേട്ടോ, അമ്പലത്തേക്കാണ്. അതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു അമ്പലത്തേക്കാണ്. അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര മനസ്സമാധാനമാണ്. എന്തൊക്കെ വിഷമങ്ങളുണ്ടെങ്കിലും നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അത് ഭയങ്കര ഒരു മനസ്സമാധാനമാണ്. അപ്പോൾ പ്രത്യേകിച്ച് വലിയ മേക്കപ്പ് ഒന്നുമില്ല. ഞാൻ കണ്ണെഴുതുക, പൊട്ട് തൊടുക, സിന്ദൂരം ഇടുക, ഒരു ലിപ് ബാം യൂസ് ചെയ്യുക, അത്ര തന്നെയുള്ളൂ. വലിയ മേക്കപ്പ് ഒന്നുമില്ല. അപ്പോൾ ഇച്ചു ഉറങ്ങുകയാണ്. ഇച്ചുവിനെ കൊണ്ട് പോകാൻ പറ്റില്ല. പിന്നെ രാവിലെ നല്ല മഴയായിരുന്നു. പിന്നെ ഇന്നിപ്പോൾ എല്ലാവർക്കും ലീവൊക്കെയാണ്. ഓഗസ്റ്റ് 15-ാം തീയതി കാരണം എല്ലാവർക്കും ലീവാണ്. അപ്പോൾ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ അമ്മയാണ് കേട്ടോ വിളക്ക് വയ്ക്കാറുള്ളത്. ഇന്നിപ്പോൾ അമ്മ ലീവായ കാരണം കുളിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ വിളക്ക് വെച്ചു. അപ്പോൾ വിളക്കൊക്കെ വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇച്ചു എണീക്കുമ്പോഴേക്കും എനിക്ക് പോയിട്ട് വരാമെന്നൊക്കെ വെച്ചിട്ടാണെങ്കിൽ ഞാൻ പോകുന്നത് കേട്ടോ. പക്ഷെ അപ്പോഴേക്കും അവനൊക്കെ എണീറ്റ് ഇരിക്കും. അത് വേറെ വശം. കാരണം ഞാനവിടെ നിന്നിട്ട് പോകുന്ന അവനും കൂടെ എനിക്ക് പോരും. അതങ്ങനെയാണ്. അപ്പം അങ്ങനെ ഡെയിലിയുള്ള കാര്യങ്ങൾ തന്നെ. സ്കൂട്ടിയിൽ കയറുന്നു, പോകുന്നു, ഗേറ്റ് തുറക്കുന്നു, പോകുന്നു, അങ്ങനെയുള്ള അല്ലറ കാര്യങ്ങൾ. അപ്പം ഇന്നിപ്പോൾ ഓഗസ്റ്റ് 15-ാം തീയതി ഞാൻ എല്ലായിടത്തും ഇങ്ങനെ ഇന്ത്യയുടെയൊക്കെ ഓരോ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടൊക്കെയാണ് പോണത്. പിന്നെ രാവിലെ നല്ല രസമായിരുന്നു കേട്ടോ. നമ്മുടെ വഴി കാണാനും മഞ്ഞും എല്ലാം കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ പള്ളിയിൽ എന്തൊക്കെയോ പരിപാടി ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. പള്ളിയിലും നല്ല തിരക്കായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി, തൊഴുതു, ഇറങ്ങി. പിന്നെ ഉള്ളിലത്തെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. കുറച്ച് വീഡിയോസായിട്ട് എടുത്തോന്ന് മാത്രം. ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലമായ കാരണം എടുത്തോന്ന് മാത്രം. അപ്പം അത്രയ്ക്കൊക്കെ ഉള്ളൂ. ബായ്.